ഒട്ടനവധി ആളുകൾ സമൂഹത്തിൽ പ്രയോജനം ഇല്ലാത്ത മനുഷ്യരെ പീഡിയായാലും വരാറുണ്ട്. അത് സ്വന്തം വീട്ടിലെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ശല്യമാണെന്ന് അവിടെ തോന്നിയാൽ ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാവരും ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ സഹനശക്തിയുടെ കുറവ് മൂലവും അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനുള്ള അറിവില്ലായ്മ കൊണ്ടുമൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു, ഒരാൾ വയ്യാതായ നോക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലമൊക്കെ പോയി. പെയ്ഡായിട്ട് ആളുകളെ നോക്കാൻ ട്രാവൻകൂർ ഫൗണ്ടേഷൻ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സുഖജീവിതം നയിക്കുന്ന ജനങ്ങളുണ്ട്. അവർ സ്വയം മനസ്സിലാക്കുന്നതാണ്. ഒറ്റപ്പെട്ട് ഇരിക്കാനും വർത്താനം പറയാനും ഇതൊക്കെ ആൾ വേണം എന്നൊക്കെ ഒരു തോന്നലാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഇതൊക്കെ വരാൻ സാധിച്ചവരെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇതുപോലെയൊരു പ്രവർത്തനം നടത്തി നമുക്കിപ്പം സന്തോഷക്കാർ പറഞ്ഞതുപോലെ തന്നെ ആർക്കും വേണ്ടാത്തവരെ, ആരാലും ഉപേക്ഷിക്കപ്പെട്ട് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ സംരക്ഷിച്ച് ഈ 98 തുടങ്ങിയതെന്ന് പറയും ഈ കാല വർഷങ്ങൾ അത്രയും നല്ല രീതിയിൽ അവരെ സംരക്ഷിച്ച് അതിൽ ഒത്തിരി ആൾക്കാരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം ഇന്നിവിടെ ഇപ്പോൾ ഇത്രയും പേര് എത്തിച്ചേർന്നത് തന്നെ അത് ആ പ്രസ്ഥാനത്തോടുള്ള അനുകമ്പ കൊണ്ടും ആ പ്രസ്ഥാനത്തോടുള്ളൊരു കോറ് കൊണ്ടുമാണ്. കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കിതിൻ്റെ ആരംഭം മുതൽ 1998 മുതൽ 28 വർഷമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. സന്തോഷം കാണിക്കുന്ന ആത്മാർത്ഥയും രോഗികളുള്ള സ്നേഹവും അർപ്പണബോധവും നമുക്കെല്ലാവർക്കും മാതൃകയാണ്. മറ്റാരും ഇല്ലാത്ത സമയത്ത് സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലുതായിട്ട് തോന്നുന്നത്. മണ്ണിൻ്റെ ലത്തീൻ വാക്കാണ് ഹോമോസ്. ഹ്യൂമിലിറ്റാസ് എളിമ എന്ന് പറയുന്നത് തന്നെയാണ് എർത്ത്. അത് നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. മനുഷ്യൻ മണ്ണാണ്, മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ്, മണ്ണ് തന്നെയാണ് മനുഷ്യൻ. യു ആർ എർത്ത്. അതാണ് മണ്ണിനെ കുറിച്ചുള്ള വേദശാസ്ത്രം. അതുകൊണ്ട് നീ മണ്ണിലേക്ക് മടങ്ങണം. പങ്കെടുക്കാം. ഈജിപ്തിലെ അടിമത്തത്തിൽ ശിശുരായ കുടുംബങ്ങളെ അപകടങ്ങളിൽ വാഴ്ത്തപ്പെട്ട പ്രാർത്ഥനാശയായ ഞങ്ങൾ മാറാകട്ടെ.